ഹായ് മക്കളെ, വെൽക്കം ടു ലീഡ്സ് അക്കാഡമി സ്മാർട്ട് പ്ലസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളുടെ കൺസ്ട്രക്ഷൻ എന്ന ഭാഗമാണ്, അല്ലെങ്കിൽ നിർമ്മിതികൾ എന്ന ഭാഗമാണ്. ഇല്ലേ, നമുക്ക് കുറച്ച് വരയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് അതൊക്കെ എങ്ങനെ വരയ്ക്കാൻ പഠിക്കണ്ടേന്ന് നോക്കണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ? വീഡിയോ കണ്ട് എല്ലാവരും വരച്ച് പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഡ്രോ എ ലൈൻ ഓഫ് 6 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിൻ്റെ സമഭാജി വരയ്ക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് വരച്ച് നോക്കിയാലോ? ആദ്യം എന്ത് ചെയ്യണം? 6 സെൻറ്റിമീറ്റർ വര വരയ്ക്കണം അല്ലേ. 6 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലൈൻ വരയ്ക്കാം. ടീച്ചർ ഇതാ 6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് പേര് കൊടുക്കും? എ എന്നും ബി എന്നും 2 പോയിന്റിലും പേര് കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര സെൻറ്റിമീറ്ററാണ് മക്കളെ? 6 സെൻറ്റിമീറ്റർ അല്ലേ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ടർ വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ബൈസെക്ടർ അല്ലെങ്കിൽ സമഭാജി വരയ്ക്കുക. സമഭാജി വരയ്ക്കാൻ എന്ത് ചെയ്യുക? ആദ്യം എയിൽ നമ്മൾ കോമ്പസ് കുത്തുന്നു. ഈ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിൽ അളവെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് ഓരോ ആർക്ക് വരയ്ക്കുന്നു അല്ലേ. അതേപോലെ തന്നെ ബിയിൽ കുത്തുന്നു. കറക്റ്റ് ബിയിൽ കുത്തുന്നു. അതേ അളവ് അല്ലേ, എ ബിയുടെ പകുതിയിൽ കൂടുതൽ അളവ് കോമ്പസിലെടുത്തതുണ്ട്. ബിയിൽ കുത്തി താഴെയും മുകളിലും കൂടെ ഓരോ ആർക്ക് വരയ്ക്കുന്നു. അപ്പം എന്താ സംഭവിച്ചേ? ഈ 2 ആർക്കുകളും തമ്മിൽ കട്ട് ചെയ്തു അല്ലേ. ഈ ജോയിൻ ചെയ്യുന്ന പോയിന്റിൽ 2 ആർക്കുകളും കൂട്ടിമുട്ടിയ പോയിന്റുകളെ തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. യെസ്, ഇതാ ടീച്ചർ 2 പോയിൻറ്റും ലൈൻ വരച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടിയില്ലേ? ഇതാ ഇൻറ്റർസെക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ കൂട്ടിമുട്ടിയ പോയിന്റ് സി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ നടുഭാഗം അല്ലേ. അപ്പോൾ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ ബൈസെക്ടർ വരച്ച് 2ആയി വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എ സി എന്ന് പറയുന്നതിൻ്റെ മെഷർമെൻറ്റ് എത്രയായിരിക്കും? എ സി 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. സി ബി എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ബൈസെക്ടർ വരയ്ക്കാൻ പഠിച്ചല്ലോ. ഏത് ക്വസ്റ്റ്യൻ്റെ ആണെങ്കിലും ബൈസെക്ടർ വരയ്ക്കാൻ വന്നു തന്നു കഴിഞ്ഞാൽ നമ്മൾ അളവെടുക്കുന്നു, വരയ്ക്കുന്നു. അതിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുത്തിട്ട് താഴെയും മുകളിലും ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ആർക്കുകളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ എന്തായി? ബൈസെക്ടറായി. അപ്പോൾ ഓക്കെ ആയണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്ന് നോക്കിക്കേ. ഡ്രോ എ ലൈൻ ഓഫ് 8.5 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു ഈക്വൽ പാർട്സ് ബൈ ഡ്രോയിങ് ബൈസെക്ടർ. എന്താ പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ? 8.5 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു വര വരച്ച് അതിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുക. എങ്ങനെ? ബൈസെക്ടർ വരച്ചിട്ട് വേണം വിഭജിക്കാൻ. പറ്റുമോ നമുക്ക് നോക്കാം അല്ലേ. ബൈസെക്ടർ വരച്ച് 4 ഈക്വൽ പാർട്സായി കിട്ടുമെന്ന് നോക്കാം 8.5 സെൻറ്റിമീറ്ററിന്. അപ്പോൾ നമുക്ക് 8.5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ സ്കെയിലിൽ വരയ്ക്കുക അല്ലേ. 8.5 സെൻറ്റിമീറ്റർ. 8.5 സെൻറ്റിമീറ്റർ ഇതാ കറക്റ്റ് ഇവിടെയാണ് 5 വരുന്നത് അല്ലേ. 8.5 സെൻറ്റിമീറ്റർ ഇതാ ടീച്ചർ വരച്ചു. ഇത് നമ്മൾ എന്ത് കൊടുക്കുക? പേര് കൊടുക്കുക. എന്തൊക്കെയാണ്? എയും ബിയും 8.5 സെൻറ്റിമീറ്റർ. ഇതിനൊന്ന് ബൈസെക്ടർ വരച്ചേ. ടീച്ചർ വരച്ചെത്തുന്നതിന് മുമ്പ് പിള്ളേർ നിങ്ങൾ വരച്ചെത്തണം കേട്ടോ. എന്ത് ചെയ്താൽ മതി? എ ബിൻ്റെ പകുതിയിൽ കൂടുതൽ നമ്മൾ കോമ്പസിലെടുത്തു. എയിൽ കുത്തി താഴെയും മുകളിലുമായിട്ട് ഓരോ ആർക്ക് വരച്ചു. സെയിം സാധനം തന്നെ ബിയിൽ കുത്തുന്നു. താഴെയും മുകളിലുമായിട്ട് എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ആർക്കുകളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? യോജിപ്പിച്ച് കൊടുത്തു അല്ലേ. യോജിപ്പിച്ച് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടിയിട്ടുണ്ട്, സി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എ ബി എന്ന് പറയുന്ന ലൈന് 8.5 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് എന്തായി?
തുല്യ 2 ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 4 ഭാഗങ്ങളായിട്ട് വിഭജിക്കണം അല്ലേ? 4 ഭാഗങ്ങളായിട്ട് വിഭജിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 8.5 സെൻറ്റിമീറ്ററിൻ്റെ പകുതി ആയിരിക്കുമല്ലോ ഈ എ സി എന്ന് പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഈ എ സി എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന് ബൈസെക്ടർ വരയ്ക്കുക. അതായത് എ സി എന്ന് പറയുന്ന ലൈനിനാണ് ഇനി ബൈസെക്ടർ വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എ സി എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ നമ്മൾ കോമ്പസിലെടുത്തു. സിയിൽ കുത്തി താഴെയും മുകളിലായിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ ആർക്ക് വരയ്ക്കുന്നു. അതേ അളവ് തന്നെ എയിൽ കുത്തിയിട്ട് താഴെയും മുകളിലുമായിട്ട് എന്ത് ചെയ്യുന്നു? ആർക്ക് വരയ്ക്കുന്നു. ഇനിയോ? ഇനി ഈ ആർക്കുകളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിമുട്ടിച്ചാൽ മതി അല്ലേ? ഇനി ഈ ആർക്കുകളെ തമ്മിൽ ഈ ആർക്കുകൾ ജോയിൻ ചെയ്ത പോയിന്റുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി മുട്ടിക്കുന്നു. യെസ്. ഇപ്പം നമ്മൾ എന്താ വരച്ചത്? ഒരു ബൈസെക്ടറും കൂടെ വരച്ചു അല്ലേ? എ സി എന്ന് പറയുന്ന ലൈനിന് ഒരു ബൈസെക്ടർ കൂടെ വരച്ചു. അപ്പോൾ എന്താ സംഭവിച്ചേ? എ സി എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയില്ലേ? ഇപ്പോൾ എ സി 2 പാർട്ടായില്ലേ? എ സിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ടും കൂടെ ഡിവൈഡ് ചെയ്തു. ഇനിയോ? ഈ സി ബിനെ ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യണം അല്ലേ? സി ബി എന്ന് പറയുന്ന ലൈനിനെ എന്ത് ചെയ്യുക? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിന് സി ബിയുടെ പകുതിയിൽ കൂടുതൽ അളവ് കോമ്പസിലെടുക്കുക. സിയിൽ കുത്തി താഴെയും മുകളിലുമായിട്ട് ഓരോ ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ ബിയിൽ കുത്തുന്നു. താഴെയും മുകളിലുമായിട്ട് ഓരോ ആർക്ക് വരയ്ക്കുന്നു അല്ലേ? ഇനിയോ? ഇനി ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റുകളുണ്ട് താഴെയും മുകളിലും അല്ലേ? ആ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു അല്ലേ? ആ പോയിന്റുകളെ കൃത്യമായി ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ സി ബിയെയും കൂടെ ഡിവൈഡ് ചെയ്തു അല്ലേ? സി ബിയെയും കൂടെ ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന 8.5 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരുന്ന വരയെ നമ്മൾ എത്ര ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്? 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. സിമ്പിൾ അല്ലേ? ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഡ്രോ എ ലൈൻ 8.5 സെൻറ്റിമീറ്റർ ലോങ്. ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഡ്രോ ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4.25 സെൻറ്റിമീറ്റർ ലോങ് അല്ലേ? അതായത് 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കണം. പിന്നെയോ അതിന് സമഭാജി വരയ്ക്കണം അല്ലേ? സമഭാജി വരയ്ക്കണം. പിന്നെയോ സമഭാജി വരയ്ക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഡ്രോ ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. സമഭുജ ത്രികോണം വരയ്ക്കണം അല്ലേ? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. എത്രയാണ് ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ അളവെന്ന് പറയുന്നത്? 4.25 സെൻറ്റിമീറ്റർ ലോങ് ആയിരിക്കണം അല്ലേ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 8.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ലൈൻ വരയ്ക്കാം. തുടക്കം അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര ടീച്ചർ ഇവിടെ വരയ്ക്കുകയാണ്. നിങ്ങൾ വേഗം വരച്ചോ, നിങ്ങൾക്കറിയാലോ. 8.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. എ ബി എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത് മക്കളെ? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ബൈസെക്ടർ വരയ്ക്കണം അല്ലേ? ബൈസെക്ടർ വരയ്ക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് തന്നിരിക്കുന്ന അളവിൽ നമ്മൾ വര വരച്ചു. എന്നിട്ട് അതിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുക്കുന്നു. എയിൽ കുത്തി താഴെയും മുകളിലുമായിട്ട് എന്ത് ചെയ്തു? ഓരോ ആർക്ക് വരച്ചു അല്ലേ? ഓരോ ആർക്ക് വരച്ചു. ഇനിയോ ബിയിലും കുത്തുന്നു. അതേ അളവ് തന്നെ താഴെയും മുകളിലുമായിട്ട് ഓരോ ആർക്ക് വരയ്ക്കുന്നു. ഇനിയോ ഇനി ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലേ? ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിച്ച് കൊടുക്കുന്നു. ബന്ധിപ്പിച്ച് കൊടുക്കുക. ശ്രദ്ധിച്ച് വരയ്ക്കണം കേട്ടോ. നമ്മൾ ഇതിനെ രണ്ടിനെ ബന്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്? 8.5 സെൻറ്റിമീറ്ററിന് നമ്മൾ ബൈസെക്ടർ വരച്ചിട്ടുണ്ട്, സമഭാജി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എ സി എന്ന് പറയുന്ന ഈ പോയിന്റ് നമ്മൾ സി എന്ന് പേര് കൊടുത്തു. ഈ എ സി എന്ന് പറയുന്ന ലൈനിൻ്റെ അളവ് എത്രയായിരിക്കും മക്കളെ?
4.25 സെൻറ്റിമീറ്റർ അല്ലേ? എങ്ങനെയായിരിക്കും 4.25 സെൻറ്റിമീറ്റർ വന്നേ? 8.5ൻ്റെ പകുതി ആയിരിക്കും അല്ലേ? AC-യും CB എന്ന് പറയുന്നത് 4.25 ആണ്. 8.5ൻ്റെ പകുതിയാണ്. 4.25ഉം 4.25ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8.5 കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് 4.25 സെൻറ്റിമീറ്റർ നീളം കിട്ടിയല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ? 4.25 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അതിനെന്ത് ചെയ്യണം? 4.25 നമുക്ക് അളവെടുക്കണം. 4.25 നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. CB അല്ലെങ്കിൽ AC എന്ന് പറയുന്ന അളവ് എത്രയാണ്? 4.25. അപ്പോൾ അത് കോമ്പസിലെടുക്കുക. അളവ് കോമ്പസിലെടുത്തിട്ട് സിയിൽ കുത്തിയിട്ട് നിങ്ങൾക്ക് ഈ സൈഡിലും വരയ്ക്കാം, ഈ സൈഡിലും വരയ്ക്കാം, താഴെയോ വരയ്ക്കാം, അതല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിലും വരയ്ക്കാം. ടീച്ചർ ഇപ്പോൾ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ. സിയിൽ കുത്തുന്നു, ഒരാർക്ക് ഇവിടെ ഇടുന്നു. 4 അതേപോലെ തന്നെ ഈ സെയിം അളവ് തന്നെ ബിയിൽ കുത്തുന്നു, ഇവിടെ ഒരു ആർക്ക് ഇടുന്നു അല്ലേ? എന്നിട്ടോ ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഈ പോയിന്റിനെ എങ്ങോട്ടൊക്കെ നമ്മൾ ബന്ധിപ്പിച്ചു കൊടുക്കുകയാണ്? സിയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സിയിലേക്കും അതുപോലെ തന്നെ എങ്ങോട്ടാ? ബിയിലേക്കും ജോയിൻ ചെയ്ത് കൊടുത്തു. സിയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ പോയിന്റിനെ നമുക്ക് D എന്ന് പേര് കൊടുക്കാം. D എന്ന് പേര് കൊടുത്തു ടീച്ചർ. അപ്പോൾ CD എന്ന് പറയുന്ന അളവ് എത്രയായിരിക്കും മക്കളെ? 4.25. അത് നമ്മൾ കോമ്പസിൽ എടുത്തിട്ടാണ് ആർക്ക് വരച്ചത് അല്ലേ? 4.25 ആയിരിക്കും. ഈ DB എത്രയായിരിക്കും? 4.25. നമ്മൾ കോമ്പസിൽ അളവ് എടുത്തിട്ടാണ് ആർക്ക് വരച്ചത് അല്ലേ? ഈ 4.25 കോമ്പസിൽ അളവ് എടുത്തിട്ടാണ് നമ്മൾ ആർക്ക് വരച്ചത്, എന്നിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ടീച്ചർ ഈ ഷെയ്ഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ CDB എന്ന് പറയുന്നത് ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ട്രയാങ്കിൾ CDB എന്ന് പറയുന്നത് 4.25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. എല്ലാ വശങ്ങളും തുല്യമായ ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ? എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ട്രയാങ്കിളിലെ CDBയുടെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ്. 4.25 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എല്ലാ വശങ്ങളുടെയും നീളം അല്ലേ? CD = DB = CB എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4.25 സെൻറ്റിമീറ്റർ അല്ലേ? നമുക്ക് കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ ആണല്ലോ? ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.25 സെൻറ്റിമീറ്റർ ലോങ് അല്ലേ? ഒരു സ്ക്വയർ വരയ്ക്കണം. എത്ര സെൻറ്റിമീറ്റർ? സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? സമചതുരമാണ് വരയ്ക്കേണ്ടത് അല്ലേ? സമചതുരം, അതായത് എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. എത്ര വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3.25 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 3.25 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു സമചതുരം വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും? ആദ്യം നമുക്ക് ലൈൻ വരയ്ക്കണം അല്ലേ? നമുക്കിവിടെ തന്നിരിക്കുന്നത് 3.25 ആണ്. 3.25 നമുക്ക് സ്കെയിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്കിതിൻ്റെ ഡബിൾ എടുക്കാം. ഇങ്ങനെ തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡബിൾ എടുത്ത് വേണം വരയ്ക്കാൻ. 3.25ഉം 3.25ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും മക്കളെ? 6.5 കിട്ടും അല്ലേ? 6.5 കിട്ടും. അപ്പോൾ 6.5 നമുക്ക് സ്കെയിലിൽ എടുക്കാമല്ലോ. സിമ്പിൾ. 6.5 ടീച്ചർ എടുത്ത് വരയ്ക്കുകയാണ്. നിങ്ങൾ വരച്ചില്ലേ? 6.5 6.5 ടീച്ചർ വരച്ചു. ഇനി ഇതിനെന്ത് കൊടുക്കാം? PQ എന്ന് പേര് കൊടുക്കാം അല്ലേ? AB ഇട്ടും എടുത്തില്ലേ? ഇനി PQ എന്ന് പേര് കൊടുത്തു. ഇപ്പം ഇത് എത്രയുണ്ട്? 6.5 ആണുള്ളത്. PQ എന്ന് പറയുന്നത് 6.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി എന്ത് ചെയ്യണം? ഇതിന് ബൈസെക്ടർ വരയ്ക്കണം. ബൈസെക്ടർ വരയ്ക്കാൻ അറിയാലോ? പകുതി കൂടുതൽ എടുക്കുന്നു, താഴെയും മുകളിലായിട്ട് ആർക്ക് വരയ്ക്കുന്നു അല്ലേ? Pയിൽ കുത്തി താഴെയും മുകളിലും ആർക്ക് വരച്ചു. അതേപോലെ തന്നെ Qയിൽ കുത്തുന്നു, താഴെയും മുകളിലുമായിട്ട് ആർക്ക് വരയ്ക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ? ബന്ധിപ്പിച്ച് കൊടുക്കണം ഈ രണ്ട് പോയിന്റും. ടീച്ചർ ഈ രണ്ട് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെന്തെന്ന് പേര് കൊടുക്കാം? 6 കൊടുക്കാം അല്ലേ? 6 എന്ന് പേര് കൊടുത്തു.
ഇപ്പോൾ ഈ PR-ൻ്റെ അളവ് എത്രയായിരിക്കും? വേഗം പറഞ്ഞേ. 3.25. കാരണം നമ്മൾ അതിൻ്റെ ഡബിൾ എടുത്തിട്ടാണ് 6.5 വരച്ചത് അല്ലേ? അപ്പം നമുക്ക് ഈക്വൽ തുല്യമായിട്ടൊരു അളവ് കിട്ടിയിട്ടുണ്ട്. PQRൻ്റെ 3.25 എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം PR അല്ലെങ്കിൽ QR എന്ന് പറയുന്നത് എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. അളവ് കിട്ടിയില്ലേ? 3.25. ഇനി എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ വരയ്ക്കണം അല്ലേ? സമചതുരം വരയ്ക്കണം. എത്ര നീളമുള്ള? 3.25. അപ്പം 3.25ൻ്റെ അളവ് നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക. 3.25 ഏതൊക്കെയാ? ഒന്നെങ്കിൽ PR-ൻ്റെ എടുക്കാം, അല്ലെങ്കിൽ RQൻ്റെ അളവ് നമ്മൾ കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ബൈസെക്ടർ വരച്ചില്ലേ, അതായത് ഈ സെൻട്രൽ പോർഷനിൽ, സെൻട്രൽ പോയിന്റ് R എന്ന് പറയുന്ന സെൻട്രൽ പോയിന്റിൽ നമ്മളിവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലേ? നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ട്രയാങ്കിൾ വരച്ച പോലെ ഏത് സൈഡിൽ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. സ്ക്വയറും വേണമെങ്കിൽ ഇത് താഴെയും വേണമെങ്കിൽ വരയ്ക്കാം. ടീച്ചർ ഇപ്പോൾ മുകളിൽ തന്നെ വരയ്ക്കുന്നു, ഇവിടെ ഒരു ആർക്ക് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടം വരെയുള്ള അളവ് എത്രയാ? 3.25 അല്ലേ? 3.25 ആണ്. ഈ അളവ് എടുത്തിട്ടാണ് നമ്മളിവിടെ ആർക്ക് വരച്ചിരിക്കുന്നത് അല്ലേ? തുല്യമായ അളവാണ് 3.25. ഇനിയോ ഈ പെർപെൻഡിക്കുലർ ലൈനും നമ്മളിപ്പോൾ വരച്ച ആ ആർക്കും കൂടെ കട്ട് ചെയ്യുന്ന ഈ പോയിന്റില്ലേ, ഇതിന് നമ്മൾ S എന്ന് പേര് കൊടുക്കുന്നു. S എന്ന് പേര് കൊടുത്തു. ഈ S എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസിൻ്റെ അളവിന് മാറ്റമൊന്നുമില്ല. ഈ 3.25 തന്നെയാണ് കേട്ടോ. S എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ഈ വശത്തേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി എവിടെ കുത്തിയിട്ടായിരിക്കും വരയ്ക്കുക? Qവിൽ കുത്തിയിട്ട് ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു അല്ലേ? ഇനി ഈ പോയിന്റ്സിനെ, അതായത് ഈ ആർക്കുകൾ കട്ട് ചെയ്ത കൂട്ടിമുട്ടിയ ഈ പോയിന്റിനെ നമ്മൾ എങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നു? Qവിലേക്ക് ബന്ധിപ്പിച്ചു കൊടുത്തു. ഇനി ഇത് S-ലേക്കും കൂടെ ബന്ധിപ്പിച്ചു കൊടുക്കണം അല്ലേ? S-ലേക്കും കൂടെ ബന്ധിപ്പിച്ചു കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? അവിടെ ഒരു സമചതുരം കിട്ടുള്ളൂ. ഇപ്പം എന്തായി? ഈ പോയിന്റിന് T എന്ന് പേര് കൊടുത്തു. ഇപ്പം ഇവിടെ നമുക്കൊരു സമചതുരം കിട്ടിയില്ലേ? സമചതുരം കിട്ടിയോ? കിട്ടി അല്ലേ? ഇതെത്രയാണ്? ഈ അളവ് എത്രയാ? 3.25. ഇതോ 3.25. കാരണം നമ്മൾ കോമ്പസിൽ ഇതേ അളവെടുത്ത് ആർക്ക് വരച്ചിട്ടാണ് നമ്മളത് ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 3.25 എല്ലാ വശങ്ങളുടെയും നീളം വന്ന ഒരു സമചതുരം കിട്ടി അല്ലേ? RSTQ എന്ന് പറയുന്ന സ്ക്വയർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? സ്ക്വയർ RSTQ എന്ന് പറയുന്നത് 3.25 എല്ലാ വശങ്ങളിലും വന്ന ഒരു സമചതുരമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വേഗം ചെയ്ത് മാർക്ക് വാങ്ങുമല്ലോ. ഓക്കെ, നമുക്കിനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ലൈൻ ലെങ്ത് 11 സെൻറ്റിമീറ്റർ. സിമ്പിൾ അല്ലേ? വരച്ച് കഴിഞ്ഞ് കാണും. അത് നമുക്ക് വരയ്ക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കണം അല്ലേ? ആദ്യം നമുക്ക് 11 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 11 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചിട്ട് അതിന് സമഭാജി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വരയ്ക്കാം അല്ലേ? 11 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ ആദ്യം വരയ്ക്കാം. നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. 11 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഇതിന് MN എന്ന് ടീച്ചർ പേര് കൊടുത്തു. MN എന്ന് പേര് കൊടുത്തു. ഇത് എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ട് മക്കളെ? 11 സെൻറ്റിമീറ്റർ നീളമുണ്ടല്ലേ? നമ്മൾ സ്കെയിലിൽ എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. സിമ്പിൾ. ടീച്ചർ വരയ്ക്കുവാണേ, ഇനി പറയുന്നില്ല എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. ബൈസെക്ടർ വരയ്ക്കുന്നു. രണ്ട് സൈഡിലും കുത്തിയിട്ട് പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിലെടുക്കുന്നു. രണ്ട് സൈഡിലും കുത്തുന്നു. താഴെയും മുകളിലുമായിട്ട് ആർക്ക് വരയ്ക്കുന്നു അല്ലേ? ഇനി ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിന്റുകളെ നമ്മൾ ഒന്ന് ബന്ധിപ്പിച്ച് കൊടുക്കുന്നു. ഒരു ലൈൻ വരച്ചിട്ട്
ബന്ധിപ്പിച്ച് കൊടുക്കുന്നു അല്ലേ. ഇപ്പം നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി. ഒ എന്ന് പറയുന്ന പോയിന്റ് എന്താണ് മക്കളെ? നമ്മൾ ആദ്യം വരച്ച എം എൻ എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് അല്ലേ. എം എൻ എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എം ഒ എന്ന് പറയുന്നതിൻ്റെ അളവ് എത്രയായിരിക്കും? 11 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയായിരിക്കും അല്ലേ. 11 സെൻറ്റിമീറ്ററിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തല്ലോ. ഒരു അതായത് 11 സെൻറ്റിമീറ്റർ നീളമുള്ള വര വരച്ചിട്ട് അതിന് സമഭാജി വരച്ചിട്ടുണ്ട് അല്ലേ. സമഭാജി വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. അതായത് 11 സെൻറ്റിമീറ്റർ ചുറ്റളവ് 11 സെൻറ്റിമീറ്റർ വരുന്ന ഒരു സമചതുരം നമുക്ക് വരയ്ക്കണം അല്ലേ. സമചതുരം വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും നോക്കാം അല്ലേ. 11 സെൻറ്റിമീറ്റർ, അതായത് നമ്മൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഓഫ് സ്ക്വയർ എത്രയാണ്? അതായത് സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4a എന്നാണ് പറയുന്നത് അല്ലേ. ഇൻറ്റു a ആണ് അല്ലേ. സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ വശങ്ങളുടെ അളവ് ഗുണിക്കണം 4 അല്ലേ. സമചതുരം ആയതുകൊണ്ട് തന്നെ ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ അതിനെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. അപ്പോൾ ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇനി 11 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ സമചതുരത്തിൻ്റെ ചുറ്റളവ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ 11 സെൻറ്റിമീറ്ററിനെ 4ആയിട്ട് വിഭജിക്കണം. എങ്ങനെയാണ് 4ആയിട്ട് വിഭജിക്കുന്നത്? ആദ്യം നമ്മൾ ചെയ്തായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ ഇത് 11 സെൻറ്റിമീറ്ററിനെ നേരെ 2ആക്കി വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ 4ആക്കണം. അപ്പോൾ ഈ MO എന്ന് പറയുന്ന ലൈനിനും എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. MO എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ സമഭാജി വരയ്ക്കുക. MOയുടെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുക്കുന്നു, ഓയിൽ കുത്തുന്നു, താഴെയും മുകളിലുമായിട്ട് ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ എമ്മിൽ കുത്തുന്നു, താഴെയും മുകളിലുമായിട്ട് ആർക്ക് വരയ്ക്കുന്നു അല്ലേ. എന്നിട്ടോ ഈ ആർക്കുകൾ ജോയിൻ ചെയ്ത പോയിന്റുകൾ, കൂട്ടിമുട്ടിയ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിച്ച് കൊടുക്കുന്നു. ഈ പോയിന്റിന് ടീച്ചർ പി എന്ന് പേര് കൊടുത്തു കേട്ടോ. ഈ പോയിന്റിന് പി എന്ന് പേര് കൊടുത്തു. ഇനിയോ ഈ ONനും കൂടെ നമുക്ക് പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്ടർ വരയ്ക്കണം, സമഭാജി വരയ്ക്കണം. പകുതിയിൽ കൂടുതൽ അളവെടുക്കുന്നു, ഓയിൽ കുത്തുന്നു, താഴെയും മുകളിലുമായിട്ട് ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ എന്നിൽ കുത്തുന്നു, താഴെയും മുകളിലുമായിട്ട് ആർക്ക് വരയ്ക്കുന്നു. ഇനിയോ ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടി അല്ലേ. ബൈസെക്റ്റ് ചെയ്ത ഒരു മിഡ് പോയിന്റ് കിട്ടി. MON എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് കിട്ടി. Q എന്ന് പേര് കൊടുത്തു അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ 11 സെൻറ്റിമീറ്റർ നീളം ഉണ്ടായിരുന്ന ഒരു വരയെ നമ്മൾ എന്താക്കി? 4ആയിട്ട് വിഭജിച്ചു അല്ലേ. 4ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. അപ്പോൾ 4ആയിട്ട് ഭാഗിച്ചു. അപ്പോൾ ഈ 4 ഭാഗങ്ങളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 11 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഒന്ന് നോക്കിക്കേ. 4 × QN എന്ന് പറയുന്നത് എത്രയായിരിക്കും? QNൻ്റെ അളവ് 4നോട് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 11 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ QN എന്ന് പറയുന്ന QN ആണെങ്കിലും അല്ലെങ്കിൽ OQ ആണെങ്കിലും MP ആണെങ്കിലും എന്താണ്? 11 തന്നെയാണ് ഉത്തരം നമുക്ക് കിട്ടുക അല്ലേ. QNൻ്റെ അളവും OQൻ്റെ അളവും POയുടെ അളവും MPയുടെ അളവും എന്താണ്? ഈക്വലാണ്. 11ൻ്റെ 4 ഭാഗങ്ങളാണ് അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പകുതി, അതായത് ഈ PO എന്ന് പറയുന്ന അളവ് കോമ്പസിൽ എടുക്കുക. 11ൻ്റെ 4/1 എന്ത്? PO എന്ന് പറയുന്നത്. ഇത് കോമ്പസിലെടുത്ത് Pയിൽ കുത്തി നമ്മൾ ഈ ബൈസെക്ടർ വരച്ചില്ലേ P, ആ ലൈനിൻ്റെ അവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ Oയുടെ അവിടെയും കുത്തിയിട്ട് താഴേക്ക് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇപ്പം നമ്മൾ ആദ്യം വരച്ച ഈ ബൈസെക്ടർ ലൈൻസിൽ ഓരോ കട്ട് വന്നിട്ടില്ലേ. ഓക്കെ. ഈ കട്ട് വന്ന പോയിന്റുകളെ തമ്മിൽ നമ്മൾ കൂട്ടിമുട്ടിച്ച് കൊടുക്കുക. കട്ട് വന്ന പോയിന്റുകളെ തമ്മിൽ കൂട്ടി ബന്ധിപ്പിച്ച് കൊടുത്തു അല്ലേ. കൂട്ടി ബന്ധിപ്പിച്ച് കൊടുത്തു. അപ്പോൾ ഈ
പി എന്ന് പറയുന്ന അളവാണ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ആർക്ക് വരച്ചത്. അതുകൊണ്ട് തന്നെ ഈ ലൈൻ ഇതിന് നമുക്ക് എന്തെന്ന് പേര് കൊടുക്കാം? ഇതിന് എസ് എന്നും ഇതിന് ടി എന്നും കൊടുക്കാം അല്ലേ. ഈ പി എസ് എന്ന് പറയുന്ന അളവും ഒ പി എന്ന് പറയുന്ന അളവും തുല്യമല്ലേ? 11ൻ്റെ പകുതിയുടെ പകുതിയല്ലേ? അതേപോലെ തന്നെ ഈ ഒ ടിയും ടി എസും തുല്യമാണ്, 11ൻ്റെ പകുതിയുടെ പകുതിയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു അപ്പോൾ ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് പി എസ് പ്ലസ് പി ഒ പ്ലസ് ഒ ടി പ്ലസ് ടി എസ് ആണ് അല്ലേ. ഇത് 4ഉം കൂടെ കൂട്ടുമ്പോൾ ഈ സ്ക്വയറിൻ്റെ ചുറ്റളവ് കിട്ടും. എത്രയാണ് ചുറ്റളവ് വരിക? 11 സെൻറ്റിമീറ്റർ അല്ലേ. 11 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? അതായത് പി എസ് എന്ന് പറയുന്ന അളവും ഈക്വൽ ആണ്, പി ഒ എന്ന് പറയുന്നതും തുല്യമാണ്, എസ് ടി തുല്യമാണ്, ഒ ടിയും തുല്യമാണ്. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്ക്വയർ പി എസ് ഒ ടി എന്ന് പറയുന്നതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? പെരിമീറ്റർ ഓഫ് സ്ക്വയർ പി എസ് ഒ ടിയുടെ പെരിമീറ്റർ എത്രയാണ്? 11 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 11 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 11 സെൻറ്റിമീറ്റർ ചുറ്റളവ് വരുന്ന ഒരു പെരിമീറ്റർ വരയ്ക്കാനും നിങ്ങൾ പഠിച്ചല്ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇനി ഷുവറായിട്ടും ഫുൾ മാർക്ക് വാങ്ങൂലേ? എല്ലാവരും ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ആൻ ആംഗിൾ ഓഫ് മെഷർ 85 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ആംഗിൾ ബൈസെക്ടർ അല്ലേ. നമ്മൾ ഇത്രയും നേരം ലൈൻ വരച്ചിട്ട് അതിന് ബൈസെക്ടർ വരയ്ക്കാനാണ് പഠിച്ചത്. ഇനി എന്താണ് നോക്കുന്നത്? ആംഗിൾ വരച്ചിട്ട്, അതായത് 85 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരച്ച് അതിൻ്റെ സമഭാജി എങ്ങനെ വരയ്ക്കുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കുക കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ടീച്ചർ ഇപ്പോൾ 9 സെൻറ്റിമീറ്റർ എടുത്ത ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. 9 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് ആ ലൈനിന് നമ്മൾ എ ബി എന്ന് പേര് കൊടുത്തു. 9 സെൻറ്റിമീറ്റർ വെറുതെ ഒരളവെടുത്തു, എന്നിട്ട് അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം? അളവെടുക്കണം അല്ലേ. കോണിൻ്റെ അളവ് എത്രയാണ്? 85 ഡിഗ്രി വേണം. ആംഗിൾ എങ്ങനെ? നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടറിൽ അത് എ എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊട്രാക്ടറിൻ്റെ ഈ സെൻറ്റർ പോർഷൻ വെക്കുന്നു അല്ലേ. പ്രൊട്രാക്ടറിൽ അളവെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ദെൻ നമ്മൾ 85 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 85 ഡിഗ്രിയാണ് വരേണ്ടത്. 85 എവിടെയാണ് വരുന്നത്? ഈ താഴെ നിന്നാണ് അല്ലേ. 10, 20, 30, 40, 50, 60, 70, 80. 85 എവിടെ വരും? ഇതാ മിഡ് പോയിന്റ്. 80നും 90നും ഇടയിൽ വരും അല്ലേ. 85. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനിയോ ഈ പോയിന്റ് ഇട്ട് കഴിഞ്ഞ ലൈനിനെ എയിലേക്ക് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു അല്ലേ. പോയിന്റ് ഇട്ടതിന് എയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 85 ഡിഗ്രി. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഇതിൻ്റെ സമഭാജി വരയ്ക്കണം അല്ലേ. സമഭാജി അല്ലെങ്കിൽ ബൈസെക്ടർ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കും മക്കളെ? നമുക്ക് നോക്കാം. അതിന് ആദ്യം കോമ്പസ് എടുക്കുക. എന്നിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരളവ് എയിൽ കോമ്പസ് കുത്തുക. എന്നിട്ട് ഒരു ഇഷ്ടമുള്ള ഒരളവ് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കാം. ഇതേപോലെ ഒരു ആർക്ക് വരയ്ക്കുക. സിമ്പിൾ അല്ലേ ആർക്ക് വരയ്ക്കാൻ? ആർക്ക് വരയ്ക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ആദ്യം 85 ഇട്ടതിന് നമുക്കൊരു സി എന്ന് പറയുന്ന പേര് കൊടുക്കാം അല്ലേ. ഈ എ സി എന്ന് പറയുന്ന ലൈനും എ ബി എന്ന് പറയുന്ന ലൈനും ഈ ആർക്ക് കട്ട് ചെയ്യുന്ന പോയിന്റില്ലേ, ഈ ആർക്ക് കട്ട് ചെയ്യുന്ന പോയിന്റുകൾ, ആ രണ്ട് പോയിന്റുകളെ തമ്മിൽ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അല്ലേ. ഒരു ലൈൻ വരയ്ക്കുന്നു, ജോയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ടോ നമ്മുടെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് ബൈസെക്ടർ വരയ്ക്കുന്നത് അല്ലേ. ഇനി ഈ പോയിന്റിന് നമുക്ക് ഓരോ പേര് കൊടുത്താലോ? ഡി എന്നും ഇ എന്നും പേര് കൊടുക്കാം അല്ലേ. ഡിയും ഇയും അല്ലേ. ഈ ഡി ഇ എന്ന് പറയുന്ന അളവിൻ്റെ പകുതിയിൽ കൂടുതൽ കോമ്പസിലെടുത്തിട്ട് ഇയിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കുക. ഇയിൽ കുത്തി ഒരു ആർക്ക് വരച്ചു. അതേ അളവ് തന്നെ എന്ത് ചെയ്യുന്നു? ഡിയിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ടോ ഇത് എയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക്, എ എന്ന് പറയുന്ന ആംഗിളിലേക്ക് എത്തിച്ചു കൊടുത്തു അല്ലേ. ഇപ്പോൾ ഈ ആംഗിൾ നമ്മൾ ആദ്യം വരച്ച 85 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ എ
2 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചില്ലേ? 2 തുല്യ ഭാഗങ്ങളായി ഇതിനെ വിഭജിച്ച് കിട്ടിയില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു ആംഗിളിന് ബൈസെക്ടർ അല്ലെങ്കിൽ സമഭാജി വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ഏത് അളവിൽ തന്നാലും നിങ്ങൾ ഈ സിമ്പിളായിട്ട് വരയ്ക്കൂലേ? ഒന്ന് വരച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഫുൾ മാർക്ക് വാങ്ങണേ. ദെൻ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 4 ഈക്വൽ ആംഗിൾസ്. അതായത് നേരത്തെ ചെയ്തതുപോലെ തന്നെ 120 ഡിഗ്രി ഒരു ആംഗിൾ വരച്ചിട്ട് അതിനെ 4 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം. 120 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരച്ചിട്ട് അതിനെ 4 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കാനാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? ആദ്യം എന്ത് ചെയ്യണം? ആംഗിൾ വരയ്ക്കണം. അതിന് ഇഷ്ടമുള്ള ഒരു അളവെടുക്കുക. ഇഷ്ടമുള്ള ഒരു അളവിൽ നമ്മൾ ലൈൻ വരയ്ക്കുന്നു. 8 സെൻറ്റിമീറ്റർ. ടീച്ചർ ഇവിടെ 8 സെൻറ്റിമീറ്റർ ഒരു അളവ് 9 എടുത്തിട്ടുണ്ട്. 9 സെൻറ്റിമീറ്റർ അളവ് എടുത്തിട്ട് ഒരു ലൈൻ എ ബി എന്ന് പറയുന്ന ലൈൻ വരച്ചു. എ ബി എന്ന് പറയുന്ന ലൈന് വരച്ചു. ഇനിയോ 120 ഡിഗ്രി അളവ് വേണം അല്ലേ? 120 ഡിഗ്രി അളവ്. പ്രൊട്രാക്ടർ എ എന്ന് പറയുന്ന പോയിന്റിൽ ഈ പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചു. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അല്ലേ? കറക്റ്റ് വെച്ചു. ഇനി എത്ര വേണം നമുക്ക്? 120 അളവ് അല്ലേ? 120 ആണ്. എവിടെ വരും? 90 കഴിഞ്ഞു 100, 110, 120. ഇവിടെയാണ് 120 വരുന്നത്. പോയിന്റ് ഇട്ടു. ഇനി നമുക്ക് ഈ പോയിന്റ് 120നെ നമ്മൾ എയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലേ? എയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടി അല്ലേ? ഇവിടെ ഒരു ആംഗിൾ കിട്ടി. എത്രയാണ് ഈ ആംഗിളിൻ്റെ അളവ്? 120 ഡിഗ്രിയാണ് അല്ലേ? 120 ഡിഗ്രിയാണ്. ദെൻ ഇനി എന്ത് ചെയ്യണം? ഇതിന് ബൈസെക്ടർ വരയ്ക്കണം അല്ലേ? ബൈസെക്ടർ വരയ്ക്കാൻ അറിയാലോ. ഈ ആംഗിളിന് ബൈസെക്ടർ എങ്ങനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഇഷ്ടമുള്ള ഒരളവിൽ ആദ്യം ഒരു ആർക്ക് അല്ലേ? ഒരാർക്ക് ഈ 2 ആംഗിളിൻ്റെ കട്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുക. എന്നിട്ടോ ഈ കട്ട് ചെയ്ത പോയിന്റിൽ ഇപ്പം നമ്മൾ വരച്ച ഈ ആർക്ക്, ഈ നമ്മൾ ആദ്യം വരച്ച ഈ 2 ലൈൻ എ ബിയും എ സിനെയും കട്ട് ചെയ്യുന്ന പോയിന്റുകളെ തമ്മിൽ എന്ത് ചെയ്യുക? ഒന്ന് സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ പോയിന്റിന് ഓരോ പേര് കൊടുത്തേക്കാം. ഇ എന്നും എഫ് എന്നും പേര് കൊടുക്കാം. ഇ എന്നും എഫ് എന്നും പേര് കൊടുത്തു. ഈ എഫ് എന്ന് പറയുന്ന ലൈന് നമ്മൾ വരച്ചു. ഇനി ഈ ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ ഇ എഫ് എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുന്നു, എഫിൽ കുത്തുന്നു, ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേ അളവ് തന്നെ ഇയിൽ കുത്തുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഇനിയോ ഈ ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ഈ പോയിന്റിനെ നമ്മൾ എങ്ങോട്ട് ബന്ധിപ്പിച്ചു കൊടുക്കുന്നു? എ എന്ന് പറയുന്ന ആംഗിളിലേക്ക്, എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ വരച്ചത്? ആംഗിൾ എയ്ക്ക് എന്ത് ചെയ്തു? ബൈസെക്ടർ വരച്ചു അല്ലേ? ആംഗിൾ എയ്ക്ക് ബൈസെക്ടർ വരച്ചു. ഇപ്പോൾ ആംഗിൾ എ 120 ഡിഗ്രീനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വേണം 2 എണ്ണം കൂടെ വരയ്ക്കണം അല്ലേ? അതിനെന്ത് ചെയ്യാം? ഈ ആംഗിൾസിനെ ഒന്നും കൂടെ ബൈസെക്ടർ വരച്ചു കൊടുത്താൽ മതി അല്ലേ? ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആംഗിൾസിന് ഒന്നും കൂടെ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ ഈ ഇ എഫ് എന്ന് പറയുന്ന ലൈന് നമ്മുടെ ബൈസെക്ടർ ഇപ്പോൾ വരച്ചതിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ കുരിശ് പോലെ വരുന്നത് ഈ ഒരു പോയിന്റ്. ആ പോയിന്റിന് നമുക്ക് ജി എന്ന് പേര് കൊടുക്കാം അല്ലേ? ജി എന്ന് പേര് കൊടുക്കാം. ഈ ജി എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ അളവെടുക്കുക. പകുതിയിൽ കൂടുതൽ അളവെടുത്തിട്ട് ജി എന്ന് പറയുന്ന പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന പോയിന്റിലും കുത്തിയിട്ട് ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഈ ആർക്കുകൾ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിനെ നമ്മൾ എങ്ങോട്ട് ബന്ധിപ്പിച്ചു കൊടുത്തു? എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പം നമുക്ക് കിട്ടിയ ആദ്യത്തെ ആംഗിളിനെ നമ്മളൊന്നും കൂടെ ഡിവൈഡ് ചെയ്ത് 2 ആക്കി ഭാഗിച്ചു. ഇനിയോ സെയിം സാധനം തന്നെ നമുക്ക് ഈ സൈഡിലും ചെയ്യണം അല്ലേ? ജി എഫ് എന്ന് പറയുന്ന ലൈനിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുന്നു, എഫിൽ കുത്തി ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ ജിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആർക്കും കൂടെ വരയ്ക്കുന്നു. ഈ ആർക്കുകൾ തമ്മിൽ
കട്ട് ചെയ്യുന്ന ഈ പോയിൻറ്റിനെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ഈ പോയിൻറ്റിനെ നമ്മൾ എയിലേക്ക് എത്തിക്കുന്നു അല്ലേ, എയിലേക്ക് ബന്ധിപ്പിച്ച് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ 120 ഡിഗ്രി ആംഗിളിനെ 4 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തില്ലേ, 120നെ 4ആക്കി ഡിവൈഡ് ചെയ്തില്ലേ, 120നെ 4ആക്കി ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ ആംഗിൾസ് എത്ര ഡിഗ്രി വീതം ഉണ്ടാകും? 30 30 30 അല്ലേ. ഓരോ ആംഗിൾസും 30 ഡിഗ്രി വീതമായിരിക്കും ഉണ്ടാകുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആംഗിൾസിനെ 4ആക്കി ഭാഗിക്കാനും ബൈസെക്ടർ വരയ്ക്കാനും നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് എല്ലാവരും നല്ലോണം വരച്ചു പഠിക്കുക കേട്ടോ. വരച്ചു പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു.